ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് തരാനായിരുന്നു കേട്ടോ. ഇതിൻ്റെ നമ്പർ ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ട്. മീഷോയിലെ നമ്പറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ കുറേ കമൻറ്റുകൾ തുടർച്ചയായിട്ട് വരുന്നത് ഈ ബങ്ക് ബെഡിൻ്റെ ലിങ്കാണ്. പിന്നെ നമ്മുടെ ഗ്ലൗസിൻ്റെ ലിങ്ക് ചോദിച്ചും കൊണ്ട് എല്ലാ വീഡിയോയിലും കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം കൊടുക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകൾ പലതും കേൾക്കുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീടിൻ്റെ ആദ്യം തന്നെ കൊടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് നബിലുട്ടി ഇമ്മിയൊക്കെ വന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ സ്വല്പം വൈകി കേട്ടോ. ഞാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു, അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നബിലുകുട്ടർ വീഡിയോയിൽ നിങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമ്മളെ വീഡിയോയിൽ ഈ വിശേഷങ്ങളല്ല കേട്ടോ. അവർ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോയിൽ. നബിലുകുട്ടർ വീഡിയോയിൽ അവൾ വന്ന അന്നേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചുമല ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കിച്ചണിൽ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ കേടുവരുമോ എന്നുള്ളത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. അപ്പം എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു നമ്മൾ ഏപ്രിൻ ഇട്ടാൽ മതിയെന്ന്. ഏപ്രിൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ഏപ്രിൻ ഇട്ടാലും മുഴുവനും ഒരു സേഫ്റ്റി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ടീഷർട്ട് ഇട്ടിട്ട് കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അമ്മ വരുമ്പോൾ കൊടുന്ന പൈനാപ്പിളാണ് കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ ഈ ഒരു തല അങ്ങനെ മുക്കിയിട്ട് വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് മണ്ണിലേക്ക് കുഴിച്ചിടണം. പിന്നെ ഈ ഇരിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നെജി അന്നമുൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാണ് കേട്ടോ. നമ്മൾ ഇന്നുമോൾക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാറുള്ളൂ ഒരു സംതൃപ്തി കിട്ടുക. സേഫായിട്ട് പോയിട്ട് വരും. രാവിലെ തന്നെ സായിക്കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒരു 20 രൂപയും വാങ്ങിച്ചിട്ട് അസൂട്ടനെ ഇവിടുത്തെ നാടൊക്കെ ചുറ്റിക്കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ കേട്ടോ. അവനിപ്പോൾ വലിയ ആളായിട്ട് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാടാ വായ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അവനെ. പലതും നോക്കിക്കണം, കണ്ണും കാഴ്ച നോക്കിക്കണം. ഞാൻ കുറേ കൂട്ടുട്ടിയതല്ലേ. പുതിയ ചെലവല്ലേ, അതാണ്. അല്ലപ്പോ എനിക്ക് ചാവടിക്കാൻ തോന്നുന്നുണ്ടോ? ചാവടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ചായ ഒക്കെ ഉണ്ടാക്കുക, അത് കുടിക്കുക, അതിനെ പടി. ഞാൻ പറഞ്ഞിട്ട് ഞാനൊക്കൊന്നും ഇട്ടില്ല പറഞ്ഞിട്ടു. നീ തന്നെ ചെയ്യണം. പിന്നെ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും എന്നും എനിക്ക് അലക്കണം. എങ്ങനെയാണ് എനിക്ക് ഈ അലക്കണ ഈ ഒരു ഭ്രാന്ത് കിട്ടിയതെന്ന് എനിക്ക് അറിയുന്നില്ല. എനിക്ക് പക്ഷേ എപ്പോഴും അലക്കണം. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ സോപ്പ് പൊടി മാറ്റിയിട്ട് നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഡ്രസ്സുകൾ എപ്പോഴും അലക്കുന്ന കാരണം കൊണ്ട് എൻ്റെ ഡ്രസ്സുകൾ വേഗം കേടുവരുന്നില്ല. എൻ്റെ ഉമ്മ എപ്പോഴും പറയും നിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഒരു 5-6 വർഷം ഇങ്ങനെ മുമ്പ് വാങ്ങിച്ച ഡ്രസ്സ് പോലും എൻ്റെ കയ്യിൽ പുതിയതുപോലെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് കാലിച്ചായ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഫുള്ള് തേങ്ങ വേണ്ട, വേഗം ചെയ്തു വിടുക. എന്താണ് ഒരു ഉഷാറില്ലാത്തത്? അത് ചാടി ജോലി ചെയ്യും. ആ വിശക്കണേനെ ഉണ്ടാക്കണതേ, ഇത് ഉണ്ടാക്കണേന മറ്റേ ഉണ്ടാക്കിയാലേ വിശപ്പ് മാറുള്ളേ. രാവിലെ തന്നെ ഇനി അവൾക്ക് രാവിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ കട്ടൻ ചായ കിട്ടണം. അതല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര പ്രശ്നം, ഒരുമാതിരി വെല്ലിപ്പാർ സ്വഭാവമാണ്. ആൾ രാവിലെ തന്നെ പൊട്ടാറ്റോ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പൊട്ടാറ്റോ കറിയാണ്. ഞാൻ അവളോട് പറഞ്ഞൊരു ഗ്ലൗസ് ഇട്ടിട്ട് പിഴിഞ്ഞുവിടെ എന്നൊക്കെ. പക്ഷെ അവൾക്ക് ഗ്ലൗസ് ഇടുന്ന ശീലങ്ങൾ കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഗ്ലൗസ് ഇല്ലാതെ ഇപ്പോൾ കുക്കിംഗ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പുറത്തേക്ക് പോയ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം എന്നാണ് പറയാൻ പറ്റുമോ? ചായ അല്ലേ? ആ ചായ എപ്പോൾ കൊണ്ടുവരേ? ഇതാ കൊണ്ടുവരേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെച്ചു വന്നപ്പോൾ കട്ടൻ ചായ ഹോർലിക്സോ എന്ന് പറഞ്ഞു എനിക്ക് സംശയം പറഞ്ഞിരുന്നത്. അതായത് ഇപ്പം ഹോർലിക്സ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കണതാക്കണം, അത് ചെയ്യണ്ടേ.
കട്ടൻ ചായ കുടിക്കണം ഇഷ്ടം. ഇനി ഈ കട്ടൻ ചായയിൽ ഹോർലിക്സ് പറഞ്ഞ സംശയമില്ല. കട്ടൻ ചായയിൽ ഹോർലിക്സ് ഇട്ട് നോക്കി വെക്കില്ലേ, അത് നല്ലതുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് കുട്ടി ഒരു സ്പൂണിന്റെ ഹോർലിക്സ് ചായക്കുട്ടി, ആ ഹോർലിക്സിന് കുട്ടി കഴിയും പുതിയ ഹോർലിക്സ് കുടിക്കാം. അതുപോലെ ഇങ്ങനെ ഹോർലിക്സും ഇതുകൊണ്ട് കട്ടൻ ചായ വേണ്ടേ എന്തുകൊണ്ടേ അനുമോന് മൺഡേ പരീക്ഷ ഉണ്ട് കേട്ടോ. അനുമോന് ഭയങ്കര പഠിച്ചുകൊണ്ടിരിക്കുകയാണേ. ആണോ ഹോർലിക്സിലേ അല്ല കട്ടൻ ചായ ഹോർലിക്സിൽ കുടിച്ചിട്ട് നല്ല രസമുണ്ട്. അനുമോൾക്ക് ഇഷ്ടമായി. ഞാനൊന്ന് കുടിച്ചോട്ടെ. രജയ്ക്ക് പണിയായി. ഹോർലിക്സിന് ഫെയർ എന്നിട്ട് വരുന്നുണ്ട്. രാവിലെ തന്നെ മുട്ട ബജി വല്ലാണ്ട് കഴിക്കണ്ട, പിന്നെ ചപ്പാത്തി കറി കഴിക്കാൻ പറ്റില്ല. നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ എല്ലാവരും ചോദിച്ചിരുന്നു. നമ്മൾ തലേദിവസം ഞാൻ മറ്റേ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചപ്പാത്തി നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ എന്താ പറയുക തുറന്ന് വെക്കരുത്, അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സ്മൂത്ത് ചെയ്ത് കിട്ടും. കണ്ടോ, ഇത് മറ്റേ നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കണ പോലെ 10-15 ദിവസത്തിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും കിട്ടൂല കേട്ടോ. നമുക്കൊരു നാളെ രാവിലെ നീറ്റ് നമുക്ക് കിട്ടിട്ട് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചപ്പാത്തി പരത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചുടാ ഒരു ദിവസമൊക്കെ ഈസി ആയിട്ട് പോകും. അത് ഞാൻ ഒരു ദിവസത്തിന് കൂടുതൽ വെച്ചില്ല, അതുകൊണ്ട് ഒരു ദിവസത്തിന് അപ്പുറം പോകുന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഒരു ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും. നമുക്ക് ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഏപ്രിൽ ടീഷർട്ട് ഏപ്രിലിന്റെ വള്ളി പൊട്ടിക്കുന്നു. അപ്പൊ ഞാൻ ടീഷർട്ട് അത് സുഖമാണ്. ഏപ്രിൽ അങ്ങനെ ഫുൾ കവറേജ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെരിയില്ല അപ്പൊ ചായ വീണ്ടും റീചൂടാക്കുകയാണ്. നിങ്ങൾ കഴിയും. നമ്മൾ രാവിലെ ചപ്പാത്തി മാത്രമല്ല കേട്ടോ, നല്ല പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എലൈറ്റിൻ്റെ റെഡിമെയ്ഡ് പൊറോട്ട ഉണ്ടാവില്ലേ, പൊറോട്ട വാങ്ങിക്കുന്നതിലും ബെറ്റർ അല്ലേ നമ്മൾ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ റെഡിമെയ്ഡ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിബിലൂട്ടിയും പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊറോട്ട കഴിക്കുന്നത്. നിബിലൂട്ടി പറഞ്ഞു ഈ പൊറോട്ട കഴിക്കാൻ ഭയങ്കര രസമാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എലൈറ്റിൻ്റെ പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേബിൾ നമുക്ക് 6 ചെയറല്ലേ ഉള്ളൂ, നമ്മൾ മൊത്തം 7 ആളുകളുണ്ട്. അപ്പോൾ അസൂനെയും സായക്കുട്ടിനെയും പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അത് നമ്മൾ പട്ടാമ്പത്ത് വീട്ടിലൊക്കെ തന്നെ ചെയർ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പുറത്തായിരിക്കും ഫുഡ് എന്നതുപോലെ ഇവിടെയും കുട്ടികൾക്ക് പുറത്താണ് കേട്ടോ ഫുഡ്. നമ്മളെ ഈസൂട്ടിന് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ എഗ്ഗ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ സായിക്കുട്ടിയും അതൂട്ടനും പുറത്ത് സെറ്റായി അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. പണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് പണ്ട് ജാസ്തി കുട്ടി ഡെവലൂട്ടിയും നല്ല കമ്പ്യൂട്ടർ ഇറങ്ങിയ അതെ, നമ്മുടെ സ്കൂളിന്റെ അടുത്തുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സെന്റർ. എന്തായാലും പഠിപ്പിച്ചു കൊടുത്ത സാറ് വെറുതെ ആയിട്ടില്ല കേട്ടോ. ആളിപ്പോഴും കമ്പ്യൂട്ടറിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയാം. ഞെക്കി കളിക്കട്ടെ. അതെ, ഇന്നിപ്പോൾ എന്തായാലും താത്താക്കൊരു ഉപകാരപ്പെട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് നമ്മളെ ഇന്നിമോളെ വകയാണ്. എന്താ ഇന്നിമോള് സ്പെഷ്യൽ? നെയ്ച്ചോറുണ്ട്, പൊട്ടാറ്റോ കറി ഉണ്ട്, പിന്നെ നമ്മൾ ദാൽ ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഡെവലട്ടി പറഞ്ഞു നമുക്ക് ഈ പൊട്ടാറ്റോ കറി തന്നെ മതി രാവിലത്തെ കറി മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ മസാല ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്നിമോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുന്റെ നേച്ചറാണ്. അപ്പൊ ഞാൻ ഇന്നുമോളോട് പറയുന്നത് നിനക്ക് ഫുൾ ഫാൻസ് ആണ്. മിനി എന്റെ സിസ്റ്ററിലുണ്ടല്ലോ, അപ്പൊ ഓളൊന്ന് എന്റെ അതിശയത്തോടെ ഒന്ന് പറയുന്നത് ഇന്നുമോളൊക്കെ ചെയ്യൂലേ, കോളേജിൽ വന്നിട്ടാ ചെയ്യുന്നത്, കോളേജിൽ പോകണ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ
തരാം. ഇന്നത്തെ കറി ഞാൻ സത്യം പറഞ്ഞ ഇപ്പഴാ കഴിക്കണതേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചപ്പോ നല്ല അടിപൊളി കറി. നെയ്ച്ചോറ് അപ്പൊ ഞങ്ങൾ എല്ലാം ഇന്ത്യന്റെ വകയാണ്. അതന്നെ ഫാൻസ് ആരാധകർ കൂടണ്ടല്ലോ മോളെ. കുറച്ചുകൂടി കുക്കിംഗ് ചെയ്യണം. നെയ്ച്ചോറ് പൊളിക്കുന്ന അവസാനം നട്ട കൊളവ് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ വരാറുണ്ട്. എൻ്റെ മോള് നല്ല മോളാണ്, നല്ല കുട്ടിയാണ് എന്നുള്ളതൊക്കെ. ആ കമൻറ്റ് കാണുമ്പോൾ സത്യത്തിലേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് നമ്മൾ അമ്മമാർക്ക് നമ്മളെ മക്കൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണത് കേൾക്കുന്നതിലും ഭയങ്കര സന്തോഷം വേറെ എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ ഹോർലിക്സ് ഷേക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഐസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഹോർലിക്സ് ഷേക്ക് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇവിടെ വന്ന എല്ലാവർക്കും ശ്വാസം മുട്ടും ചുമയും ജലദോഷം ഉള്ള അസുഖക്കാരാണ് കേട്ടോ. നമുക്ക് ഹോർലിക്സിൻ്റെ ഷേക്ക് കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ട് വേഗം ഓടി. പേടിച്ചിട്ടോ തണുപ്പുണ്ട് ആണോ? രസല്ലേ? നല്ല ഷേക്കല്ലേ? എന്നാണ് ഹോർലിക്സ് ഷേക്ക്. രസമുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? തണുപ്പ് തീരെ പറ്റൂല? എടാ തണുപ്പില്ല പറ്റും നിങ്ങൾക്ക്? തണുപ്പ് ഒട്ടും പറ്റൂല? എടീ ഇതെന്താ തണുപ്പില്ലാത്തതൊന്നും പറ്റില്ലല്ലോ. കുറച്ച് കുടിച്ചോ കുഴപ്പമില്ല. രസല്ലേ? ഐസ് ഇങ്ങനെ ഇളക്കിയിട്ട് കുടിച്ചാൽ മതി. എന്താ സ്നേഹം? എന്താ ചിരിച്ചു പറയണേ? തുറന്നു ഒഴിക്ക് പൊന്നാരക്കട്ടെ. ഇതെന്നാവാനാണ് കുഞ്ഞ്? ഒരു രസം ഇനി അടുത്ത് വരുന്ന കമൻറ്റ് എന്തുകൊണ്ടാണ് സുലുത്ത അങ്ങനെ ബിരിയാണി വെക്കാത്ത എന്നുള്ളതായിരിക്കും കേട്ടോ. സത്യം പറയല്ലോ തള്ളുകയല്ല. ഞങ്ങളെ വീട്ടിൽ പട്ടാമ്പിയത്തെ വീട്ടിൽ മിക്കവാറും ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. പിന്നെ നെബിലൂട്ടി വന്നപ്പോൾ പറഞ്ഞു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കിയാൽ മതി. കാരണം ഫുഡ് കഴിക്കാനല്ല നമ്മൾ വരുന്നത്, നമ്മളിങ്ങനെ വർത്തമാനം പറയാൻ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ വറുത്തതും ഒക്കെ രാവിലത്തെ പൊട്ടാറ്റോ കറി, ആ പൊട്ടാറ്റോ കറി മതിയത് നെബിലൂട്ടി തന്നെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. നമ്മുടെ പപ്പായ മുറിച്ച് വെച്ച് കഴിഞ്ഞു. ഇത്രയും ബഹളത്തിന്റെ ഇടയിലും അൻമോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്നുമോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ എന്താ ഇത്? ഈ സപ്ലി വരുത്തുവോ? ആ നല്ല കളിയിലോ. ചിക്കൻ വെച്ച് വലിയ പാട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇനി ഷജാത്തൻ്റെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. ഷാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വൈകിയ കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര വൈകിയത്. അപ്പോൾ ഇന്ന് ചിക്കൻ അല്ലേ, അപ്പോൾ ഉമ്മച്ചിക്ക് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പച്ചമീൻ വാങ്ങിക്കണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചീത്തൊന്നും പറയുന്നത് എന്താ ഉമ്മച്ചിക്ക് ഉണക്കമീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല സ്രാവാണ്, നല്ല പച്ചമീനിനെക്കാട്ടിക്കും വിലയുള്ള സ്രാവിൻ്റെ മീനാണ് എൻ്റെ ഉമ്മച്ചിക്ക് ഞാൻ വറുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആരും എന്നെ ചീത്ത പറയല്ലേ കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോകുന്നുള്ളതാണ് ഭയങ്കര സങ്കടം. നമുക്ക് വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ, പ്രത്യേകിച്ചും നമ്മളെ സ്വന്തം ആളുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലായിരിക്കും അല്ലേ. പക്ഷെ അവർ പോവാന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതെ, അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി. ഇന്നുമോള് ഷൈജമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഷൈജമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല. ഇന്നുമോൾ ഭയങ്കര സങ്കടത്തിലാണ്. അനുമോളും ഷൈജമ്മൻ്റെ വീട്ടിലേക്കാണോ നേരെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് അല്ലേ? അങ്ങനെ നമ്മളെ നബിലാമ്മയും ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും പോവുകയാണ്. എന്നാലും വല്ലാത്തൊരു വരവായി വന്നിട്ട് 24 മണിക്കൂർ തികച്ചില്ല. ഇനി ഷൈജമ്മൻ്റെ ഒക്കെ ശരിയാവും. അത് തന്നെയാണ്. അതെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ
24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ തികക്കുള്ളൂ. നിങ്ങൾ പുകളിച്ച് പുലർച്ചെ വന്നതന്നെ ഇതേ വെച്ച് എത്ര പറ്റില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ഷാൻ്റെ വീട്ടിൽ പോയി നിന്ന് ഷാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി നിൽക്കുമല്ലോ, ആ സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്കും എന്നാൽ എൻ്റെ ഉമ്മനെ, എൻ്റെ അനിയത്തിനെ, എൻ്റെ താത്താനെ ഒക്കെ വിരുന്ന് വിളിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പണ്ട് വീടിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും വീട്ടിലൊരു പ്രശ്നമല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ച് നിന്നിരുന്ന എന്നിൽ നിന്നും ഇപ്പോഴത്തെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ഇതിനൊക്കെ കാരണം നിങ്ങളാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. എൻ്റെ അമ്മച്ചി എനിക്ക് ഒരു സാരിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. ഈ സാരി കൊണ്ട് ഇനി ഞാൻ എന്തെങ്കിലും തയ്ക്കണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി ഉടനടി വരുന്നതാണ്. അങ്ങനെ എല്ലാവരും യാത്ര കഴിഞ്ഞ് പോവുകയാണ് ഗായ്സ്. അതെ, പറയൂ, നമ്മളെ വീട്ടിൽ വന്ന അനുഭവങ്ങൾ പറയൂ. ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ഫുള്ളായി. ഇവിടെ ഇനി ഒറ്റ റൂം ബാക്കിയില്ല. ഗ്രാമാന്തരീക്ഷം ടൗണിന്റെ നടുവിലാണേനും അതതിന്റെ പ്രത്യേകത. ഇക്കാന്റെ വീട് ഒരു 10-20 മിനിറ്റ് അപ്പുറത്താണ്. പക്ഷെ നമ്മള് പെരിന്തൽമണ്ണ ടൗണാണ്, പെരിന്തൽമണ്ണ ടൗണ്. ഞങ്ങളൊന്നും അല്ല, ഞാനാണ് പെരിന്തൽമണ്ണ ടൗണില്. ഞങ്ങൾ പെരിന്തൽമണ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ദൂരെ അപ്പോഴേ അങ്ങനെ നല്ല അടിപൊളി ഒരു നൈറ്റ് കഴിച്ചു കൂട്ടി. ഇനി കുറെ ദിവസം നിൽക്കാൻ വേണ്ടി വരണം. ഇൻഷാല്ലാ നമുക്ക് ക്രിസ്മസ് വെക്കേഷനൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം. കാണാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. കുറെ ഉണ്ട്, സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ. ഞാൻ തന്നെ മുഴുവൻ കണ്ടുവരുന്നുള്ളൂ. അതെ, ഞാൻ തന്നെ മുഴുവൻ കണ്ടുവരുന്നുള്ളൂ. ആയിക്കോട്ടമ്മ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഉമ്മയും നിബിലൂട്ടിയും ഒക്കെ വന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ഞാൻ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാനും ഒന്നും ഞങ്ങൾക്ക് വരാറില്ല. എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.